ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. UGC നെറ്റ് അറബി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറബി സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ചാണ്, അഹ്മദ് അൽ ഷൈബ്. നിങ്ങളുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഓക്കെ, നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങാൻ പോകുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ആമുഖത്തിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ പഠനവും ജോലിയും, പിന്നെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അവസാനം അദ്ദേഹത്തിന്റെ പൈതൃകം എന്താണെന്ന് വരെ നമ്മൾ നോക്കും. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആരാണ് അഹ്മദ് അൽ ഷൈബ്? അദ്ദേഹത്തെ നമ്മൾ വെറുമൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് മാത്രം കണ്ടാൽ പോരാ. അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു സാധാരണ കാലഘട്ടത്തിലല്ല. 1919 ഈജിപ്ഷ്യൻ വിപ്ലവത്തിന് തീ കൊടുത്ത യുവ കവികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹത്തിന് 3 മുഖങ്ങളുണ്ട്. 1, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. 2, ഒരു സാഹിത്യ നിരൂപകനായിരുന്നു. 3, ഒരു കവിയായിരുന്നു. ഈ 3ഉം ചേർന്നതുകൊണ്ടാണ് അദ്ദേഹം ആധുനിക അറബ് സാഹിത്യത്തിലെ ഒരു നിർണായക വ്യക്തിയായി മാറിയത്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലേക്ക് ഒന്ന് നോക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് ഈജിപ്തിലെ ഏറ്റവും വലിയ അക്കാഡമിക് പദവികളിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയാണെന്ന് കാണാം. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ പടിയായിട്ടുള്ളൊരു വളർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷെ അതിലേറ്റവും പ്രധാനം 1946 നടന്ന ആ സംഭവമാണ്. സാക്ഷാൽ ത്വാഹ ഹുസൈന് ശേഷം അറബി സാഹിത്യ വിഭാഗത്തിന്റെ ചെയറാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ നേട്ടമേ അല്ല. അദ്ദേഹത്തിന്റെ കരിയർ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇനിയാണ് അദ്ദേഹത്തിന്റെ അക്കാദമിക് ജീവിതത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ അവിശ്വസനീയമായ ആ ഒരു ഏടിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇതാണ് ആ പോയിന്റ്. ഒരു ഡോക്ടറേറ്റ്, അതായത് ഒരു PhD ബിരുദം പോലും ഇല്ലാതെയാണ് അഹ്മദ് അൽ ഷൈബ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫുൾ പ്രൊഫസറായി മാറുന്നത്. അതും ആരുടെ കസേരയിലാണെന്നോർക്കണം? ത്വാഹ ഹുസൈൻ്റെ. ഇത് അദ്ദേഹത്തിന്റെ അറിവിനും കഴിവിനും കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് വേണം നമ്മൾ കാണാൻ. ശരി, അദ്ദേഹത്തിന്റെ അക്കാഡമിക് ജീവിതം ഗംഭീരമായിരുന്നു. പക്ഷേ അഹ്മദ് അൽ ഷൈബിനെ ഇന്നും നമ്മൾ ഓർക്കുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും അദ്ദേഹം വളർത്തിയെടുത്ത ശിഷ്യഗണങ്ങളിലൂടെയുമാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഒരുപാടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പുസ്തകങ്ങളിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട 2 എണ്ണമാണ് അൽ ഉസ്ലൂബും ഉസൂലുൻ നഖ്ദിൽ അദബിയും. ഈ 2 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അദ്ദേഹത്തിന്റെ സ്വാധീനം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണല്ലോ. അറബി സാഹിത്യ നിരൂപണ ലോകത്തെ അധികായന്മാരായ ഷൗഖി ദൈഫ്, മുഹമ്മദ് മന്ദൂർ, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതിൽ നിന്നെല്ലാം അഹ്മദ് അൽ ഷൈബിന്റെ ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളോട് ഉറക്കെ പറയുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ വില നിർണയിക്കുന്നത് അയാളുടെ പേരുള്ള വലിയ ഡിഗ്രികളോ അക്കാദമിക് ടൈറ്റിലുകളോ അല്ല, മറിച്ച് ആഴത്തിലുള്ള അറിവും കഴിവും തന്നെയാണ്. അതാണ് അഹ്മദ് അൽ ഷൈബ് എന്ന പണ്ഡിതന്റെ ജീവിത സന്ദേശം. ഈയൊരു ചോദ്യം നിങ്ങൾക്ക് ചിന്തിക്കാനായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഡോക്ടറേറ്റ് പോലുമില്ലാത്തൊരു പ്രൊഫസർക്ക് എങ്ങനെയാണ് ഷൗക്കി ദൈഫിനെയും മുഹമ്മദ് മന്ദൂരിനെയും പോലുള്ള സാഹിത്യലോകത്തെ ഭീമന്മാരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞത്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പഠനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ
അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്